അങ്ങാടിന്ന്. എടാ അതെ, ഇന്നലെ വൈകുന്നേരം ഇങ്ങളൊക്കെ ഏത് ലോകത്താ ഇവരറിയില്ല. എന്നാ പിന്നെ ഇഞ്ഞൊക്കെ ഇവരറിയാൻ ഉണ്ടാവുള്ളൂ. എടോ ഇന്നലെ രാത്രിയാണ് ഞാൻ വിവരം അറിയുന്നത്. ആ ബാധ കൂടിയതാ കണ്ട ആ ആ മാഷേ ഒറ്റ മിനിറ്റ്. എടാ കട്ടാക്കണ്ടേ. അന്ന് എത്ര നേരം കാത്തുക്കുന്നു? തെങ്ങുമുക്കാറേ തെങ്ങുമ്മക്കേറ് ഞാനോ? ആന്താന്റെ പണി തെങ്ങുമുക്കാറിലല്ലേ? തെങ്ങുമ്മക്കാരിലൊക്കെ തന്നെ എന്റെ പണി. പക്ഷെ 3-4 ദിവസത്തേക്ക് തെങ്ങുമ്മക്കാരിലില്ല. ആന്താന്നോ നിങ്ങൾ ഇവരറിയില്ലേ? എന്ത് പ്രവിജയനമേത്ത് ബാധ കയറി. നമ്മളെ പ്രവിജയനമേത്തോ? ലോകത്തിന്റെ നാനാഭാഗത്തുനിന്ന് ആൾക്കാരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക അനുഗ്രഹം വാങ്ങാൻ. കിട്ടണമെങ്കിൽ ഇപ്പൊ ചെന്നാൽ അനുഗ്രഹം ഹോസിന് കിട്ടും. അതൊക്കെ പോട്ടെ, ഇന്ന് വാ, പണിയുണ്ട്. ഇങ്ങനെ ഒഴിവാക്കുന്നു. ഒരു കുറച്ച് ദിവസത്തേക്ക് തെങ്ങുമ്മക്കാരില്ല, നിർത്തി. പോയിക്കോ, അനുഗ്രഹം വാങ്ങിക്കോ പോയിട്ട്. വരില്ലേ? എടാ അതെ കട്ടാക്കിയോ? ഞാൻ കല്യാണത്തിന് സ്ലീവ്ലെസ് ബ്ലൗസ് ആക്കിയാലോ? സ്ലീവ്ലെസ് ഒക്കെ ഇപ്പൊ കൊറേ ഔട്ട് ഓഫ് ഫാഷനായി വരുന്നില്ലേ? നീ ഒന്ന് മാറ്റിപ്പിടി. അല്ല നിങ്ങൾ എന്താടുന്നേ? ധാവണി ആക്കിയാലോ എന്നാലോചിക്ക. പക്ഷെ ഒറ്റ ടെൻഷൻ, ഗോപാലേട്ടന്റെ മോളെ കല്യാണത്തിന് രേഖ എന്താട്ടത്? ധാവണി വേണ്ട ധാവണി വേണ്ട. ഓളെ ഞാൻ കോപ്പി അടിക്കാന്ന് വിചാരിക്കും. അല്ലേലും ഇപ്പൊ ധാവണിയൊക്കെ ഔട്ട് ഓഫ് ഫാഷനായി. എല്ലാരും വിഷുവിനും ഓണത്തിനും ഒക്കെ ഇതെല്ലാം ഇടുന്നേ. വേറെന്താ? ഞാൻ ലെഹങ്ക ഇടുന്നേ. ലെഹങ്കയോ? ആ, കഴിഞ്ഞ ദിവസം നയൻതാരയുടെ ഇന്റർവ്യൂല് ഞാൻ കണ്ടതാ ലെഹങ്ക ഇട്ടിട്ട്. അതിന് എനിക്കിപ്പോ എന്താ? ഇടി നയൻതാര വരുന്നത് നല്ല എസ് ക്ലാസ് ബെൻസില്, നീയോ ദാക്ഷായണി ബസിന്റെ പുറകിൽ ലെഹങ്കയായിട്ട് ഇങ്ങനെ വരുന്നോന്ന് ആലോചിച്ച് നോക്ക്. പോരാത്തതിന് എന്റെ അമ്മായിമ്മ കണ്ട പറയുകയും ചെയ്യും. ഓ പറയൂ, അഹന്ത്യാന്ന്. ആ അത് പറയും, ലെഹങ്ക ഇട്ട അഹന്തയാണെന്ന് തന്നെ പറയും. ഇനിയിപ്പോ എന്താ ചെയ്യാ? പിന്നെ അനുഗ്രഹം വാങ്ങാൻ വരുമ്പോ അത് പൂജക്കുള്ള സുമിച്ചിയമ്മേനെയൊക്കെ എന്ത് വിചാരിക്കുന്ന? നിങ്ങളെന്തിനാ വെറുതെ ഓലൊക്കെ പറയുന്നേ കേൾക്കാൻ? രമ്യ ഏത് ലോകത്താ? വിവരമൊന്നറിയില്ല. ഇല്ല കണ്ടിട്ട് ഞങ്ങൾ അറിയില്ല. പ്രവിജയനമേത്ത് ബാധ കയറി. ഓക്ക് പ്രാന്തായിരിക്കുന്നേ. ഓളൊന്നും പറയാൻ പറ്റില്ല. ഭഗവതി സ്വാമി പ്രവിജാനന്ദ ചൈതന്യ. ഞാൻ കണ്ടിക്ക് ഗുളിക അയക്കുന്നേ. ഗുളിക അയക്കുന്നില്ല, ഗുളിക കഴിക്കുന്ന ഒന്നുമല്ല. വന്ന കാര്യങ്ങള്, പോയ കാര്യങ്ങള്, ചെയ്തങ്ങളൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. ചെയ്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ചെയ്ത കാര്യങ്ങളോ? എണ്ണി പെറുക്കി പറയുന്നുണ്ട്. ശരിക്കും എല്ലാം വിളിച്ചു പറയുന്നുണ്ട്. അല്ല എനക്കെന്തൊരു ബേജാറ്. ഓളിപ്പോ എവിടെയുള്ളു? ഓളല്ല, ദേവി പ്രവിജാനന്ദ ചൈതന്യ. കുക്കുടാനന്ദ ചൈതന്യം നാക്കണമെന്നൊരു ചർച്ച നടക്കുന്നുണ്ട്. രണ്ടിലേതൊന്ന് ഫിക്സ് ചെയ്യും. അതവിടെ കേട്ടോ. ഓള് വീട്ടിലുണ്ടോ? വീടല്ല, ആശ്രമം. പ്രവിജാനന്ദ ചൈതന്യ അമ്മേന്റെ ആശ്രമം. നിങ്ങൾ ഇനി എന്ത് പേര് വേണമെങ്കിൽ ഇട്ടോളൂ. ഓളെക്കറിയാം, ഓള് പ്രവിജയല്ലേ. ഓള് വേണ്ടാത്തൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് അനർത്ഥങ്ങൾ വിളിച്ചു വരുത്തണ്ട. മനസ്സിലായോ? ഞാനിത് കുറച്ച് ആൾക്കോട്ട് പറഞ്ഞിട്ട് വേഗം വരാം. വേണ്ടാത്ത പഠിക്കോ നിക്കണ്ട കടിക്കോ. അല്ലേ ജെ, ശരിക്കും ദേവിയായിട്ടുണ്ടാവോ? നിന്റെ കേടാടോ. എനിക്ക് മാതിരി അന്ധവിശ്വാസം ഒന്നും എനിക്കില്ല. അപ്പോൾ എന്നെ വിളിച്ചു നോക്കിയാലോ? ആ വിളിക്ക്. ഹലോ പപ്പുള്ളേ, ഞാൻ ദേവി സന്നിധിയിലാണുള്ളത്. എവിടെ? ഇവിടെ പൂജ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ തിരക്കിലാണ്, പിന്നെ വിളിച്ചാ മതിയോ? ഈ തിരക്കിലാണെന്നാ കുഴപ്പമില്ല. ഞാനേ പ്രഭിജയ്ക്ക് പ്രാന്താന്ന് പറയാൻ വേണ്ടി വിളിച്ചായിരുന്നു. അയ്യോ, പ്രഭിജാ ദേവിന്റെ സന്നിധിയിലാണ് ഞാനുള്ളത്. പറ, അവിടെയാണുള്ളത്? അവിടെയുള്ളത് ദേവി സ്നാനത്തിന് വേണ്ടി ഇപ്പൊ പുഴയിലേക്ക് പോയതാ. അല്ല പപ്പുള്ളേ, ഈ ദേവി കൂടി എന്നൊക്കെ പറയുന്നത് സത്യാണോ? അയ്യോ, ദേവി കൂടിയെന്നോ? ആ തേജസ് ഓജസ്സൊക്കെ നിങ്ങൾ കാണണം. എന്താ സംഭവം എന്ന് വെച്ചാൽ ഏടുന്നൊക്കെ കോള് വരുന്നുണ്ട്. ഡൽഹിയിൽ നിന്നും, ഹൈദരാബാദിൽ നിന്നും, ദുബായിൽ നിന്നും, അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിന് വരെ വിളിച്ചിട്ടുണ്ട്. ആൾക്കാർ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുക. ഞാനാണ് ഇവിടുത്തെ പ്രധാന കർമ്മി. ഞാനേ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ഞാൻ ഭയങ്കര തിരക്കിലാപ്പോ. ശരിയേ? ഓൻ അവിടെയുള്ളത് ദേവിയായി പോലും. എന്റെ ഭഗവാനെ. അല്ല ഇന്നലെ എപ്പോഴും തുടങ്ങാനോ? പ്രവേശിച്ചെന്ന് വേണം പറയേ. ഗൃഹപ്രവേശം നടത്തിനവിടെ. അങ്ങനൊന്നും ഉരിയാടാതെ. ഈശ്വര, ഇങ്ങക്കൊക്കെ എന്തിന്റെ തകരാറാണെന്ന് എനിക്ക് മനസ്സിലാകത്ത്. മനുഷ്യന്മാര് ദൈവാകുക അല്ലെങ്കിൽ മനുഷ്യന്റെ മേത്ത് ദൈവം പ്രവേശിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഉടായ്പ പരിപാടിയാണ്. ഒരു പണിക്കും പോവാണ്ട് കുറെ ആൾക്കാർക്ക് സുഖിച്ച് ഇസറ്റ് കാറ്റഗറിയിൽ ജീവിക്കണം. ഇന്ന ജാതി മതമൊന്നുമില്ല. എല്ലാരും ഇവിടെ ആ തരികിട കളിച്ച് തന്നെ ജീവിക്കുന്നത്. അതിന് തലവെച്ചു കൊടുക്കാൻ കുറെ തലച്ചോറില്ലാത്ത മണ്ടന്മാരും. ഇത് എന്തുകൊണ്ടുണ്ടാകുന്നറിയോ?
നിങ്ങൾക്ക് പ്രകൃതിയാണ് അല്ലെങ്കിൽ പ്രകൃതിയെ നിയന്ത്രിക്കുന്ന ഒരു എനർജീൻ്റെ പേരാണ് ദൈവം എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാ. അത് കച്ചവടവൽക്കരിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയ പണ്ട് മുതലേയുള്ള രാജാക്കന്മാരും മറ്റുള്ള എല്ലാവരും അതിനെ ഓരോ കഥകളാക്കി എഴുതിയുണ്ടാക്കി ഓരോ പേരും കൊടുത്ത് ഓരോ ചിത്രങ്ങളും അങ്ങനെ ഓരോ രൂപത്തിലാക്കി അവരവരുടെ ദൈവമാക്കി മാറ്റി. പിന്നെ ആ ദൈവം നമ്മളെ വീട്ടിലേക്ക് വന്ന് എൻ്റെ മേത്താളുള്ളത് ഞാനാണ് ഭരിക്കുന്നത്, ഞാനാണ് ആള് എന്നൊക്കെ പറഞ്ഞ് മാനസിക രോഗികളായ കുറെ ആൾക്കാർ ആടെ വരുമെന്നല്ലാണ്ട് വേറെ ആര് വരാനാ? അടക്ക്. ഇന്നലെ കാസർഗോഡ് ജില്ലയിൽ നിന്ന് സുള്ളിയ എന്ന സ്ഥലത്ത് നിന്ന് ഒരു ചങ്ങായി അവിടെ വന്ന് ഓന്റെ മുഖത്ത് നോക്കിയിട്ട് ഓൻ വരുന്ന സ്ഥലവും ഓന്റെ അഡ്രസ്സും കൃത്യമായിട്ട് ഇന്ന സ്ഥലത്ത് നല്ല വരുന്നതെന്നും ചോദിച്ചു. അതിന് വാട്സപ്പ് ഉണ്ടല്ലോ. മാത്രല്ല ഒരാഴ്ച കഴിഞ്ഞ് മരിച്ചു എന്നും പറഞ്ഞു. കറക്റ്റ്. ഒരാഴ്ച കഴിഞ്ഞ് മരിച്ചു പോകുന്നല്ലാണ്ട് മരിക്കാണ്ടിരിക്കാൻ പറ്റിയ ഒരു കാര്യം അവനോട് പറഞ്ഞു കൊടുത്തില്ലല്ലോ. ഇത്തരം കാര്യങ്ങളായിട്ട്, അതായത് നാളെ നമ്മളെ കയ്യിലില്ലാത്തൊരു കാര്യമാണല്ലോ. നമ്മളെ കയ്യിലില്ലാത്ത നാളെ എനിക്കെന്ത് സംഭവിക്കുന്നുള്ള ഭയപ്പാടിലാണ് അതിന്റെ രഹസ്യം അറിയാൻ വേണ്ടിയിട്ട് ഈ മണ്ടന്മാർ വരുന്നത്. അപ്പോലെ മാനസികാവസ്ഥ വളരെ വീക്കായിരിക്കും. അങ്ങനത്തെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ പറ്റിക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇനി പറഞ്ഞ കറക്റ്റാ. ഇഞ്ഞിതിപ്പോ ഏത് വണ്ടിയിലാ? കുറെ നേരമായാലോ കണ്ടേട്ടൻ പറഞ്ഞ കറക്റ്റാണ്, ഞാൻ പറഞ്ഞ കറക്റ്റാന്നൊക്കെ പറയുന്നു. നമ്മളെപ്പോലെ ഇന്ത്യത്ത് നടുക്കുന്ന മിഡിൽ ക്ലാസ് ടീമാ ഇന്ത്യത്ത് പെട്ട്. പിന്നെ നമ്മളെ പപ്പു പിള്ളയാ പരികർമ്മി. ഓ പരികർമ്മിയല്ലേ, പിടികർമ്മി. ഇങ്ങനെയൊന്നും പറയരുത് അമ്മേ. എന്റെ കണ്ടേട്ട ഇലനക്കിയോന്റെ ചിരിനക്കി ജീവിക്കുന്ന ഒരാളാണ് ഓൻ പണ്ടേ. ഒരു പണിക്കും പോകാൻ പറ്റാത്ത ആൾക്കാരെ ഇതേപോലെ അസിസ്റ്റ് ചെയ്ത് നിന്ന് അവരെയും സേവിച്ച് നാട്ടുകാരും പറ്റിച്ച് അങ്ങനെ ജീവിച്ചു പോകും. ഓനെ കണ്ടിട്ട് ഞങ്ങളിപ്പോ ഇവള് ദേവിയാന്ന് ഉറപ്പിക്കാൻ പോകുന്നു. ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല മോനെ. സ്വാമേ, സമസ്താപരാധങ്ങളും ഈ കുഞ്ഞുങ്ങളോട് പുറത്തരളണമേ. സംസ്ഥാന സമ്മേളന അല്ല, ജില്ലാ സമ്മേളനം. നീ പോയിക്കരാ. അമ്മേ, എനക്കെന്താ? അല്ല വീട്ടിൽ അമ്മേനെ വിളിച്ച മീമാണോ? ഞാൻ വിചാരിച്ച അതിങ്ങോട്ട് പകർന്നതാണ്. അങ്ങനെ വരാൻ വഴിയില്ല. രമ്യേ, ഈ പ്രഭിജനോട് എന്തെങ്കിലും അറിയാണ്ട് എന്റെ വായിന്ന് എന്തെങ്കിലും വീണു വയ്ക്കോ? ഇന്റെ ഇനി ഒന്നുമില്ല പറയേ. അല്ലോ, അപ്പൊ എന്റെ കാര്യം പോക്കാ. ഞാനേ പ്രഭിചേച്ചിനോട് പറഞ്ഞ് ഫേസ്ബുക്കിൽ കള്ള അക്കൗണ്ട് ഉണ്ടാക്കിട്ട് ആൻസേട്ടന് മെസ്സേജ് ചെയ്യേ. മൂപ്പരെ മനസ്സിലിരിപ്പൊന്നും അറിയാലോ. ഈശ്വര, ഇനിയിപ്പൊ അതൊക്കെ വിളിച്ചു പറഞ്ഞ എന്റെ കാര്യം. അയ്യോ, അതൊക്കെ വിളിച്ചു പറഞ്ഞ ആൻസർ എന്നെ വെറുതെ വിടുവോ? എന്നെ ഡൈവോഴ്സ് ഒക്കെ എന്റെ കുടുംബ ജീവിതം തകരാറില്ലോ. എന്തിനാണ് രമ്യ അങ്ങനെയൊക്കെ ഒപ്പിച്ചത്? വെറുതെ ഓരോന്ന് പറഞ്ഞു നോക്കിയാലും. സീമേ, ഇനി എന്തെങ്കിലും ഒഴിഞ്ഞു പോയിക്കോ. അല്ലെങ്കിൽ അവൾ അങ്ങനെയൊന്നും പറയുന്ന ആളൊന്നല്ല, അതെനിക്കറിയാം. അത് രമണീച്ചിക്ക് ചെറിയൊരു തകരാറുണ്ടെന്ന് ഞാൻ തമാശക്ക്. ഇനി ഓളത് വലുതാക്കി പ്രാന്താന്നൊക്കെ ആക്കി മാറ്റുമോ എനിക്കറിയില്ല. ഞാൻ തമാശക്ക് പറഞ്ഞത്. അല്ല രമണീച്ചിങ്ങളെ കാര്യമാക്കി എടുക്കണ്ട. ഈറ്റുങ്ങൾ രണ്ടെണ്ണം എന്തൊക്കെയോ വായിൽ വരുന്നിങ്ങനെ വിളിച്ച് പറഞ്ഞോണ്ട് നടക്കുന്ന ഇറ്റാളാ. ഇവരെ പറ്റി എന്തേ പറഞ്ഞു നോക്കിയോ രമണീച്ചിയെ? ഞാനോ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. കണ്ട, രമണീച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. രണ്ടിടത്തിന് പൂതി മാറിയല്ല. രമണീച്ചിനെ കണ്ടുപിടിക്കും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, പിന്നെ ഒരു പ്രാവശ്യം ഒരു 500 റുപ്യ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആര് പ്രഭിച്ചോ? എന്നിട്ടോ അതവളെ എനിക്ക് തന്നോ. പിന്നെന്താ പ്രശ്നം? പൈസ ആകുമ്പോ ആൾക്കാർ കടം വാങ്ങും, തരും. അതല്ല, ഞാനത് തന്നിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ അവളോട് അത് തിരിച്ചു വാങ്ങി. എന്ത് പെണ്ണുങ്ങളാ, ഭയങ്കര മോശമായി പോയിട്ടോ. നിങ്ങൾ അങ്ങോട്ട് പോകുക വേണ്ട. ഓൾ അതെല്ലാം വിളിച്ച് പറയും, മോശമാക്കി കളയോളൂ. നാണക്കേട്. എന്തായാലും നിങ്ങളെ മൂന്നാളെ കാര്യത്തിൽ അല്ല താത്ത, എന്താ ആലോചിക്കുന്നേ? ഇനി ഞാൻ അറിയാണ്ട് എന്തെങ്കിലും ഓളോട് പറഞ്ഞു പോയിക്കോന്ന് ആലോചിക്കുക. കാരണം ഇപ്പോൾ കുറച്ചു നേരം ചർച്ച കിട്ടപ്പോ തന്നെ 3 എണ്ണം കിട്ടി. കറക്റ്റല്ലേ? ഇനി ഇപ്പോൾ ചർച്ച കിട്ട ഇനിയും കിട്ടും. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, ഇതിവിടെ കൊണ്ട് നിർത്തിക്കോ. ടെൻഷൻ ആയിട്ട് വയ്യ. അല്ലാത്തൊരു ടെൻഷൻ ആയി പോയില്ലേ? വായി തുറക്കാൻ തന്നെ വീഡിയോ ദേവി, അമ്മേ, അമ്മേ, മാമായേ, അമ്മേ, ദേവി, ദേവി. ഒരാളും മിണ്ടരുത്. ആയില്ല, സ്നാനത്തിന് പോയി വന്നതാ. മേ 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 ആദ്യത്തെ ആള് വരിക. അമ്മേ അനുഗ്രഹിക്കണേ. അമ്മയെല്ലാം അറിയുന്നുണ്ട്. 2 ആഴ്ചക്കുള്ളിൽ
അമ്മയെല്ലാം ശരിയാക്കും. ധൈര്യമായി പോയിക്കോളൂ. വേണ്ടാത്ത ശീലങ്ങളൊക്കെ ഒഴിവാക്കിക്കോളുക. ദക്ഷിണ ഇവിടെ. നെക്സ്റ്റ്. എന്താ പ്രശ്നം? വീട്ടിലൊരു സമാധാനമില്ല. ഉണ്ടാവില്ല. എവരി ആക്ഷൻ there is an equal and opposite reaction. അതായത് ഏത് ആക്ഷനും തിരിച്ചങ്ങോട്ട് റിയാക്ട് ചെയ്യാം. എല്ലാം ശരിയാവും. വല്ലതും മനസ്സിലായോ? അതായത് വീട്ടിൽ നിന്ന് ഭർത്താവ് അടിക്കാൻ വന്നാ തിരിഞ്ഞ് അങ്ങോട്ട് ചാടിക്കെട്ടി അടിച്ചോളുക. ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ വായിലുള്ളത് പൊലബിനെ അങ്ങോട്ട് തിരിച്ചു പറയാ. അതാണ് ദേവി ഉദ്ദേശിച്ചത്. അമ്മേ, ഞാനൊന്ന് ലളിതമായിട്ട് പറഞ്ഞു കൊടുത്താണ്. നെക്സ്റ്റ്. കുഞ്ഞിന്റെ മനസ്സ് വേവുന്നത് അമ്മ അറിയുന്നുണ്ട്. എന്താ പുതിയ പ്രശ്നം? പയ്യ പുല്ല് നിന്നില്ല. അയ്യോ, പയ്യ പുല്ലുന്നതിനൊക്കെ നിങ്ങൾ ഇങ്ങോട്ട് വരിക. പയ്യ പുല്ലുന്നാത്തതേ ദിവസവും നിങ്ങൾ ആരെ കെട്ടിട്ടിട്ട് അതിനാ. ഇടയ്ക്കിടയ്ക്ക് പറമ്പിലൊക്കെ കെട്ടിട്ടല്ലേ അതിന് പുല്ലിട്ടു. പശുവിനെ വിൽക്കുക. വേറൊരു പ്രതിവിധി നോം കാണുന്നില്ല. അങ്ങോട്ട് വിൽക്കുക. പൈസ പൈസ ഇല്ല. പൈസ ഇല്ലേ? എന്നാ അങ്ങോട്ട് നടക്കുക. പൈസ കൊടുക്കണം. കുഞ്ഞിന്റെ മനോവിഷമം നോം അറിയുന്നു. ഇതിനൊരന്ത്യം നോം കാണുന്നില്ല. നോം ഒന്നുകൂടെ മനക്കണ്ണ് വെച്ചൊന്ന് നോക്കട്ടെ. പോയിക്കോളുക. എന്നാ പോവുക. എനിക്ക് എങ്ങനെയെങ്കിലും 5ാം ക്ലാസ് പാസ്സാവണം. കുട്ടിക്ക് 5ാം ക്ലാസ് പാസ്സാവണമെന്നാ ദേവിയെ പറഞ്ഞത്. പരീക്ഷ എഴുതുന്നത് കുഞ്ഞ് റെയ്നോൾഡ്സ് പെന്നോട് തന്നെ അങ്ങോട്ട് ആക്കുക. വിജയം സുനിശ്ചിതം. അമ്മേ ദേവി. എടാ കണ്ട ഈ എന്താക്കിയത്? ഞാനോ? ഇവർക്കൊക്കെ ഞാൻ ദേവസന്നിധിയിലേക്ക് ദേവിക്ക് സമർപ്പിക്കാനൊരു തുളസി. അല്ല, ഇങ്ങക്കാർക്ക് നേരം വെളുത്തിക്കില്ല. ഞാൻ ഇത്രയേരം പറഞ്ഞൊന്നും മനസ്സിലായില്ല. അതെന്തോ ഉടായ്പ പരിപാടിയാണ്, അല്ലെങ്കിൽ അതിന് മെന്റലി എന്തോ തകരാറുണ്ട്. അത് ഞാൻ പറഞ്ഞു, പ്രാന്ത്. അങ്ങനെ പ്രാന്ത് നമുക്ക് തള്ളാൻ പറ്റൂല. പിന്നെ ബോധ മനസ്സും ഉപബോധ മനസ്സും തമ്മിലുണ്ടാകുന്ന ഈ ഒരു സംഘർഷാവസ്ഥയുടെ ഇടയിൽ ജലപീരങ്കി ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ മനസ്സ് കൈവിട്ട് പോയിക്കൂടെയില്ല. അതിന്റെ ഒറ്റ വാക്കിലുള്ള പേരാണ് പീരാന്ത്. എന്താ കാല് കൂട്ടിയോ? അതല്ല, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല മോനെ, ദൈവകോപം ഉണ്ടാകും. കണ്ടില്ലേ, ഞാൻ ഇതിനൊക്കെ പകർച്ചവ്യാധി എന്നൊക്കെ പറയേണ്ടി വരും. ഇതിനൊക്കെ കൂടിയിട്ടുണ്ട്. അതെമ്പിളിങ്ങനെ വെറുതെ ഓരോന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി കാണണ്ടേ? നിങ്ങൾ ഇവിടെ നിന്ന് സംസാരിച്ചിട്ട് പ്രതിവിധി ഒന്നും കാണാൻ പോകുന്നില്ല. അങ്ങോട്ട് പോകണം അവളെ വീട്ടിലേക്ക്. പ്രവചനം പറയാൻ പാടില്ല. സ്വാമി പ്രവിജാനന്ദ സരസ്വതി. നിങ്ങളോട് എനിക്കൊരു ബഹുമാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇവിടെ ഇന്ന് അവസാനിക്കുന്ന തോന്നുന്നു. ഒരു കയ്യകലം ദൂരത്ത് നിങ്ങൾ ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? അങ്ങോട്ട് പോകാനാ? പോകേണ്ടി വരും. ആ നിങ്ങൾക്ക് പേടിയുണ്ടോ? നിങ്ങളെ പോലൊരു മനുഷ്യ സ്ത്രീ അല്ലത്. അതല്ല, എന്താ പ്രശ്നം അറിയോ? ഈറ്റികള് 3 ഉണ്ടല്ലോ, എന്തൊക്കെയോ അറിയാണ്ട് പ്രഭിജനോട് അങ്ങോട്ട് പറഞ്ഞു വെക്കി. അതൊക്കെ ആ സ്വാമി ഇപ്പൊ വിളിച്ചു പറയോ എന്നുള്ളൊരു ചെറിയ പേടിയാണ് 3 പേർക്ക്. അല്ല, എനിക്കും ചെറുതായിട്ടൊരു പേടിയുണ്ട്. ഇവൻ മീൻകാരൻ വിളിക്കുന്നതിലോട്ട് എന്ത് വിളിയാടെ? ഇങ്ങനെയൊന്നും ഉരുവിടാൻ പാടില്ല. നിങ്ങൾ ആര് വന്നിട്ടില്ലെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ അങ്ങോട്ട് പോവാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് പോയോണ്ട് കാര്യമില്ല എന്നുള്ള ഉറപ്പ് എനിക്കുള്ളതുകൊണ്ട് നിങ്ങളും വരണം. വന്നേ മതിയോ? വാ പോര്. ആ സന്നിധിയിലേക്ക് യാത്രയാവാം. വരൂ, നടക്കുക. ഞാൻ വരുന്നില്ല. സർക്കാർ പ്രമോഷൻ തടഞ്ഞു വെച്ചിരിക്കുക. കുഞ്ഞിന് നോം പ്രമോഷൻ തന്നിരിക്കുന്നു. ധൈര്യമായി പോയിക്കോളൂ. അമ്മേ അമ്മ. അമ്മേ മഹാമായേ, ദേവി മഹാമായേ, അമ്മേ. അല്ല മാഷെ, നമ്മള് മൈക്കിൾ ജാക്സൺ സന്നിധിയില് വന്ന് എന്ത് തുള്ളലാടെ ഇത്? അല്ല, നമ്മളെ ക്ലബിന്റെ പരിപാടിക്ക് ഡാൻസർ കിട്ടില്ല. ഇല്ലാന്നാ കേട്ട്. സോഷ്യൽ മീഡിയയിൽ കള്ളത്തരം കാണിച്ച് സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കുന്നതാണ് ശീലം അല്ലേ? വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റ, ബാക്കിയും കൂടി നോം പറയണോ? അമ്മേ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. സമസ്താപരാധങ്ങളും പൊറുക്കണേ ഭഗവതി. ഓർക്കണേ അമ്മേ. നിനക്ക് നല്ലതേ വരൂ. അമ്മേന്റെ അനുഗ്രഹം വാങ്ങണം. ഞാൻ അമ്മേന്റെ അനുഗ്രഹം വാങ്ങിയില്ല. പരികർമ്മി,
ഇങ്ങോട്ട് വരിക. വരാ, 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 വരാ. വിശ്വാസമില്ലാത്തവരോടൊക്കെ പൊയ്ക്കോളാൻ പറയേ. ആ വിശ്വാസികളല്ലാത്തവർക്കെല്ലാം പോവാം. ഓ വലിയ പാർട്ട്ണറായി നിരീശ്വരവാദികൾക്ക് ഇവിടെ പ്രവേശനമില്ല. പോയിക്കോ. നമ്മക്ക് പോകാം. അമ്മയുടെ തിരുസന്നിധിയിലാണ് എന്റെ ഈ ജന്മം. അമ്മേ, പൊറുക്കണേ സർവേശ്വരി. അമ്മയെ കണ്ട് കൊതി തീർന്നില്ല. ആരും നോക്കി പേടിപ്പിക്കണ്ട. ഒന്ന് തൊഴുതോട്ടെ. പോവേണ്ടവർക്കെല്ലാം പോവാം. എന്ത് കൊണ്ടുപോയി എന്ത് കളിക്കുക? അയ്യോ, എന്നെ കൊണ്ടുപോവല്ലേ. കള്ളച്ചോറ് കിട്ടുന്നല്ലേ തിന്നോ. നിങ്ങൾ പോരും ആശ. ഞാൻ വരാം. അമ്മേ ശരണം. കഴിച്ചില്ലായി. സർവമംഗളമംഗല്യേ എന്തേ രമ്യ ഒരു തരിപ്പിട്ടിയ പോലെ? ഒന്നുമില്ല. ഓളെല്ലാം വിളിച്ചു പറഞ്ഞല്ലേ. സാരല്ല, അന്നോട് എനിക്കൊരു കാര്യം പറയാൻ അറിയോ? നമ്മൾ ഈ വായി തോന്നിയതൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുമ്പോഴേ ഇവർക്കൊക്കെ എപ്പോഴാ കൂടാന്ന് പറയാൻ പറ്റൂല. അപ്പൊ ഇതൊക്കെ വിളിച്ചു പറയും. അതെ, മതിയാക്ക്, നിർത്ത്. എന്തൊരു ഓവർ ആക്ടിങ്. ഭയങ്കര ഭയങ്കര ഓവർ ആക്ടിങ്. ഭയങ്കര. ഞാൻ ശരിക്കും അഭിനയിച്ചതല്ല. സത്യത്തിൽ എനിക്ക് അവരുടെ അടുത്തൊരു ശക്തി എന്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നതാ. അതായത് ഒരു വെളിച്ചം അവരുടെ അടുത്ത് ഇങ്ങനെ എന്റെ നെറ്റിയിലേക്ക് വന്നതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ മാറിയത്. സത്യമായിട്ട് നിങ്ങൾ വിശ്വസിക്കണോട്ടെ, എന്തോ ഒരു പവർ ഉണ്ട്, എന്തോ ഒരു ശക്തി ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. അണക്ക് തുടങ്ങിയ ഭ്രാന്ത്. അയ്യോ, പ്രാന്തല്ല. ആ ഒരു പ്രകാശത്തോടു കൂടി ഞാൻ ആകെ ശരിക്കും ഞാൻ എന്തോ അറിയാതെ എന്റെ വായിന്ന് എന്തൊക്കെയോ തെറ്റുപറ്റിപ്പോയി. ഭഗവതി അമ്മേ ക്ഷമിക്കണേ. എന്റെ ഭഗവാനെ, നല്ല അഭിനയം. അല്ല, എനിക്ക് തോന്നതേ പ്രഭിജനെ കണ്ടിട്ടേ അതിപ്പോ ഇവക്ക് കൂടി തോന്നുന്നു. ഇനിയിപ്പോ ഇവളെപ്പോഴും മാലിട്ട് പൂജിക്കേണ്ടി വരും. വിശ്വസിക്കേ, സത്യമായിട്ട് എന്തോ ഒരു ഒന്ന് പൊടിക്കേ. അല്ല പിന്നെ ഈശ്വര, ഞാനിത് എങ്ങനെ ഇവരെ വിശ്വസിപ്പിക്കും? നല്ല കച്ചവടാണല്ലോ. ഒന്നങ്ങോട്ട് മാറിക്കുക. ഇനി നമുക്ക് ഈ പരിപാടി നിർത്താം. വിചാരിച്ച പോലെ നമുക്ക് കുറി കിട്ടിണ്ട്. അയ്യോ, അതിനെ പൊന്തിക്കീന്ന്. നിങ്ങൾ പെണ്ണുങ്ങൾ നോക്കിക്കണ്ട, അതിനെ പിടിച്ച് പൊന്തിക്കീന്ന്. പ്രഭിജേ, ഇങ്ങോട്ട്. എനിക്കെന്താ പറ്റിയേ? എണീച്ചോ. അമ്മേ, അയ്യോ, കണ്ടേട്ടാ, ഇതെന്താ? എന്റെ കല്യാണാണോ? അല്ല, എന്റെ 16 അയ്യോ, പപ്പ പിള്ള എന്റെ മാക്സ് എവിടെ? എന്റെ മാക്സ് ഇന്നോടാ ചോദിക്കുന്നത്? പിന്നെ എന്താ എന്റെ മുറ്റത്ത്? എന്താ പറ്റിയേ? അണക്കെന്താ പറ്റിയത്? ഞാനോടാ ചോദിക്കുന്നേ. എല്ലാരും പോയിക്കോളി. ദേവി പോയി, ഓളെ മേത്തത് പോയി. അങ്ങാടി വിട്ട് ദേവി നിങ്ങൾ പോയിക്കോളി. ഇനി ഇവിടെ നിൽക്കണ്ട. ജോണി കുട്ടിയേട്ടാ, ദേവി പോയി. അത് ഇന്നലെ പോയല്ലോ. പൊന്നു മിനിയേച്ചിയെ, എനിക്ക് എന്താ പറ്റിയ? നിങ്ങളെങ്കിലും ഒന്ന് എന്നോട് പറ, എനിക്കൊന്നും അറിയില്ല. മർക്കടസ്യ സുരാപാനേ മധ്യേ വൃശ്ചികദംശനേ. ഇതിനും പൂജയൊക്കെ ഉണ്ട്. ഇത് നിങ്ങൾ പ്രത്യേകം ഉണ്ടാക്കിയൊന്നല്ല, ഒരു മധുരേനെ. ഞാൻ പ്രത്യേകിച്ച് ഉണ്ടാക്കാൻ നല്ല സാധനം കേട്ടോ. എന്തായാലും പൊളിച്ചടിക്ക്. അമ്മോ, ജോണിക്കുട്ടിയേട്ടൻ ഒരു 10 അടിക്കുന്നോ? ഞാനും നമ്മളെ നാട്ടുകാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് വന്നപ്പോ ഞാൻ എന്നോടൊരു കാര്യം ചോദിക്കണം എന്ന് വിചാരിച്ചു. എന്നോട് ഈ നാട്ടിൽ എന്ത് കാര്യം വേണം എന്നോട് ചോദിച്ചോളി, എനിക്കൊരു കുഴപ്പമില്ല. അല്ല, ഇത് കണ്ടപ്പോ ചോദിക്കാൻ തോന്നിയത്. ഏത് കണ്ടപ്പോ? ഇനിയിപ്പോ ഓളെ കൂടെയാണല്ലോ, പ്രഭിജാദേവി. പ്രഭിജാദേവി. ഏത് പ്രഭിജാദേവിയോ? ഓള് ദേവിയല്ല, ഓള് കോപിയാ. എന്താ ഓലക്ക. എന്നിട്ട് ഇഞ്ഞൊക്കെ ആടെ എന്നിട്ട് അമ്മ അമ്മൂമ്മന്നൊക്കെ വിളിച്ച് അമ്മൂമ്മ നോളെ മുഖത്ത് നോക്കിട്ട് ആരെങ്കിലും പറയുന്നേ ദേവിന്ന്? ഓ ഉളുപ്പുണ്ടോ? ഉടായിപ്പാനെ, ഉടായിപ്പിന്റെ എസൻസ് ആണ് ഉള്ളു. എസൻസ് ഫുള്ള് കള്ളത്തരാ. ഓളെ ശരീരം മൊത്തം കള്ളത്തരാ. തെളിച്ച് പറ.
പിന്നെ ഇനി എന്തിനാ ആടെ പോയിക്കുന്നത്? ഇതൊക്കെ ഞാൻ പറഞ്ഞൊരു ഐഡിയ അല്ലേ? ഏത് ഈ ആ ഞാൻ തന്നെയാ പറഞ്ഞെടുത്ത്. അനക്കല്ലാണ്ട് ഇങ്ങനത്തെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ഇന്നാട്ടിൽ വേറെ ആർക്കും വരില്ലല്ലോ. ഇല്ലാലോ. ആ. കൈകൊട്. ആ ക്രെഡിറ്റ് എനിക്ക് തന്നെ തരില്ലോ. എല്ലാ ക്രെഡിറ്റും എനക്ക് എന്നല്ലേ, എന്നാ ഒന്നുകൂടി വേറെ ഇരിക്ക്. ആയിരിക്കും ഇവിടെ. ഒയ്ക്കേ ഒരു 5 അടിക്കുന്നോ? അല്ല ഏ? എന്തിനാ ഇപ്പോ ഈ ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുത്തേ? എന്തിനാന്നോ? ആ അത് പറഞ്ഞോണ്ടാ. ഒരു മിനിറ്റ്. എന്തിനാന്ന് ഐഡിയ പറഞ്ഞു കൊടുത്തെന്നോ? ഉം, ഓളെ അമ്മായിയമ്മേന്റെ സ്വർണ്ണണ്ട് പണയം വെച്ച്. ഉം. അത് അടുത്ത ആഴ്ച ലേലത്തിന് പോകാൻ പോവാ. ഉം. ഓളെടുത്ത് 5ന്റെ പൈസ അല്ല, ആ അമ്മായിയമ്മേന്റെ മുന്നിലൊന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഓള് ദേവിയായത്. ദേവി ആയാലും ആരും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്റെ ഐഡിയ ആണ്. എങ്ങനെയുണ്ട്? ആ, ഇത്തലയിൽ ഉദിച്ചതാണിത്. ഉദിച്ച വേറൊരു സംഭവം ഉണ്ട്. ഇത് ഞാള് തുടങ്ങിയവരുണ്ടല്ലോ, അത്യാവശ്യം പൈസ ഒക്കെ വന്ന് തുടങ്ങിയേക്ക്. പിന്നെ ഇത് നിർത്താനും തോന്നുന്നില്ല. അപ്പൊ അതിന്റെ കിടപ്പ് വശം ഇതാണ്. എന്നാലേ ടെൻഷൻ അടിക്കണ്ട ഈ കടത്തിന്റെ കാര്യത്തിൽ. ഓക്ക് കുറച്ച് പൈസ കിട്ടാണ്ട്. ഏതാ കുഴപ്പമില്ല. ചിട്ടി ഇപ്രാവശ്യത്തെ ഓക്കല്ലടിച്ചേ 2 ലക്ഷം ഉറുപ്പ്യന്റെ ചിട്ടി. സത്യം പറ. ആ ഓള് ദേവിയായോണ്ട് ആടെ വന്നിട്ട് ഈ ബഹളത്തിന്റെ ആർക്ക് അതൊന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ടാ. പിന്നെ ഇഷ്ടം പോലെ പൈസ കിട്ടുന്നുണ്ട് നിങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. സത്യം പറഞ്ഞേ, എനിക്ക് ഇന്ന വിശ്വാസമില്ല. ജോണിക്കുട്ടി എന്നെ കൊണ്ടെങ്കിൽ നല്ല വിശ്വാസം. ആ നിങ്ങൾ ഉറപ്പല്ലേ പറഞ്ഞേ? ആന്ന് വെള്ളം ഒഴിച്ചില്ല. ഇത് ഞാൻ പൊളിക്കും. 2 ലക്ഷം ഉറുപ്പ്യ എന്റെ ചിട്ടി. ആ. ഏ? അങ്ങനെ വന്നതാ. ഓരോരോ പെണ്ണുങ്ങള് ബഹിരാകാശത്ത് വരെ പോയി വരും തലമുറക്ക് വരെ ചരിത്രം രചിക്കാനുള്ള അത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അന്നേരമാണ് ഇതൊക്കെ ഏതോ നൂറ്റാണ്ടിലേക്ക് മടങ്ങിപ്പോയി വേഷം കെട്ടിയ ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. അതിനായിട്ട് തലച്ചോറ് പണം വെക്കാൻ കുറേ എണ്ണം വേറെ. എനിക്കേ ഇവളിങ്ങനെ ഉടുത്തൊരുങ്ങി കാണുന്ന നേരം മറ്റേ ഇവന്റെ പാട്ടാ ഓർമ്മ വന്ന്. പട്ടുടുത്ത് മുന്നിൽ വന്ന പെണ്ണേ, നീ ചിട്ടി വാങ്ങാൻ കാത്തിരുന്നതാർക്ക് വേണ്ടി? പൊന്നു പ്രവിജേ, എന്റെ പ്രവിജേ, പൊന്നു പ്രവിജേ, എന്റെ പ്രവിജേ.